Hallo Neeraj, guten Morgen. Am I audible? Neeraj, am I audible? Yes, yes. Okay, so guten Morgen. Guten Morgen. Okay, so let's start with today's session. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് സൂപ്പർലാറ്റീവ് ആയിരുന്നു നോക്കിയിരുന്നത്. സൂപ്പർലാറ്റീവ് നമ്മൾ പറഞ്ഞു രണ്ട് ഫോം ഉണ്ട്, സൂപ്പർലാറ്റീവ് ഐൻസും സൂപ്പർലാറ്റീവ് സ്വൈയും. സൂപ്പർലാറ്റീവ് ഐൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് Noun കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ഉണ്ടെങ്കിൽ നമ്മൾ ആ അവിടെ സൂപ്പർലാറ്റീവ് ഐൻസ് യൂസ് ചെയ്യും. ആൻഡ് അഡ്ജക്റ്റീവിന് നമ്മൾ എന്ത് കൊടുക്കണം? അഡ്ജക്റ്റീവ് എൻഡിങ് കൊടുക്കണം. അതുപോലെ തന്നെ സൂപ്പർലാറ്റീവ് സ്വൈ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? noun ഇല്ലെങ്കിൽ adjective കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് നൗൺ ഇല്ലെങ്കിൽ നമ്മൾ സൂപ്പർലാറ്റീവ് സ്വൈ യൂസ് ചെയ്യും. ഇത്ര കാര്യങ്ങളാണ് ലാസ്റ്റ് സെഷനിൽ നോക്കിയത്. ഇന്നത്തെ സെഷനിൽ ആദ്യം നമ്മളൊരു ഷ്രൈബൻ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. Okay, so the question is, Schreiben Sie etwas über Ihrem Traum. What is Traum? Traum എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. Traum means dream. Dream എന്നുള്ളതിനാണ് നമ്മൾ traum എന്ന് പറയുന്നത്. So your question is, Schreiben Sie etwas über Ihrem Traum. നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് അറൗണ്ട് 1 second 70 to 80 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫ് നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് എഴുതണം. ഓക്കെ, നമുക്കറിയാലോ നമ്മൾ ഇംഗ്ലീഷിലെല്ലാം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞി പാരഗ്രാഫ് അതിനെക്കുറിച്ച് എഴുതാം. ഓക്കെ, ദിസ് ഈസ് യുവർ ഷ്രൈബൻ എക്സസൈസ്. ഓക്കെ, യു ഹാവ് 15 minutes. അതിലൊരു 70 to 80 വേർഡ്സിലുള്ള ഒരു കുഞ്ഞു പാരഗ്രാഫ് എഴുതാം. ക്ലിയർ? അറിയാത്ത വേർഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അത് ടൈപ്പ് ഇറ്റ് ഹിയർ. ഓക്കെ. മിസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ഹലോ, ഡ്രീമിനെ പറ്റിയ ഒരു പാരഗ്രാഫ് 70 to 80 ഓക്കെ, വേർഡ്സിൽ. താങ്ക്സ്. ഓക്കെ. യെസ്, നീരജൻ അർഷദ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ, ചോദിച്ചായിരുന്നോ? ഞാൻ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നു പറഞ്ഞത്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് schreiben Sie etwas über Ihrem Traum. ദാറ്റ് ഈസ് നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് ഒരു കുഞ്ഞി പാരഗ്രാഫ് എഴുതാം, അപ് ടു 80 വേർഡ്സ്. ഓക്കെ. ഓക്കെ.
Okay, guys, completed. Done. Completed. Yes, am I audible? Harshad and Neeraj? No. Okay, sure.
Okay, guys, completed? Done? കഴിഞ്ഞായിരുന്നോ? ഇല്ല 15 minutes എന്ന് പറഞ്ഞിട്ട് around 30 minutes ആയി. Okay, I'll give 5 more minutes. അതിൻ്റെ ഉള്ളിൽ തീർക്കാം കേട്ടോ. നമുക്ക് വേറെ കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ.
Okay, completed, guys. Done. Okay, കുഴപ്പമില്ല നീരജ്, we'll discuss, okay? And we'll fix. Okay. അർഷദ് ഒന്ന് വായിച്ചോളൂ, എന്തൊക്കെയായിരുന്നു? കുറച്ച് വേർഡ്സേ ഉള്ളൂ. Yeah, it's fine. Meine teuren ist sehr nett und sehr lustig. Ich habe viele teuren. Essen einfach machen nicht. Und viele essen ist essen und reisen, spielen, schlafen. Aber das wird nicht passieren und so teuren anderen. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇയാള് ടൈപ്പ് ചെയ്തതില് ഇയാളല്ലല്ലോ ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഒന്നത് ടൈപ്പ് ചെയ്തിടാവോ? और Okay. इनके फोटो ഒന്ന് ഗ്രൂപ്പിൽ അയക്കോ. Okay. ഓക്കെ, ആൻഡ് എത്ര പെർസെന്റേജ് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തു? അറിയാത്തതെല്ലാം യൂസ് ചെയ്തു. പ്ലീസ് ഡോണ്ട് യൂസ് ട്രാൻസ്ലേറ്റർ. ഡിക്ഷണറി യൂസ് ചെയ്തോളൂ, നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ചോദിച്ചോളൂ, ബട്ട് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തു പ്ലീസ്. ഓക്കെ. നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് കാണാനാണ്, നോട്ട് ട്രാൻസ്ലേറ്റേഴ്സ്. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിൾ വേർഡ്സിൽ മതി. ഓക്കെ, വലിയ വേർഡ്സ് ഒന്നും വേണ്ട, സിമ്പിൾ സെന്റൻസസ് മതി. ലാസ്റ്റത്തെ മറ്റേ വിയൻ അതും പിന്നെ ടോയറൻ ആന്തരൻ അതും മാത്രമേ ട്രാൻസ്ലേറ്റ് ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി, അതാണ് ചോദിച്ചത്. ഓക്കെ, ഒന്ന് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഞാനതൊന്ന് ആദ്യം എഴുതിയിട്ട് വേണം. ഇതിപ്പോ ഞാൻ ബുക്കിലൊരു വൃത്തിയില്ലാതെ എഴുതി. ഓക്കെ, അങ്ങനെയാണേ ഓക്കെ, അത് എന്നാ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് അയച്ചാൽ മതി, ഞാൻ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ആൻഡ് നീരജ് യു ടു. ഓക്കെ, അപ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കാം. ആൻഡ് ഓക്കെ, സോ അത് എന്നിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഇനി ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാണ്ട് ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, നമ്മൾ ഒരു ടെക്സ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല 11ന്റെ ഉള്ളിൽ, ബട്ട് വിൽ ട്രൈ. ഓക്കെ, അർഷദ് ഒന്ന് വായിച്ചോളൂ, എന്തായിരുന്നു ഹെഡിങ്? Alicia is neu in Deutschland. Yeah, Alicia is neu in Deutschland. What does that mean? അലിയ പുതിയതായിട്ട് ഡോയ്ച്ച്ലാൻഡിലേക്ക്. Yeah, Alicia ജർമ്മനിയിൽ പുതിയ ഒരാളാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? Lesen Sie den Text und kreuzen Sie ein richtig oder falsch. Falsch. Yeah, lesen Sie den Text und kreuzen Sie ein richtig oder falsch. എന്താണ് ഇതിന്റെ മീനിങ്? ടെക്സ്റ്റ് വായിച്ചിട്ട് ശരിയും തെറ്റും കൊടുക്കണം. Yeah, read the text and mark ഏതാണ് കറക്റ്റ് ആൻഡ് ട്രൂ ആൻഡ് which one is false എന്നുള്ളത് മാർക്ക് ചെയ്യാവുന്നതാണ്. Okay, continue. Hallo Leute, mein Name ist Alia. Ich bin 28 Jahre alt und komme aus Polen, aus Krakow. Auf Deutsch heißt die Stadt Krakow in Krakow. Habe ich Tom kennengelernt und ich habe mich in Berlin. Thomas kommt aus Frankfurt. Er macht auf
Urlaub in Polen und spricht Ja. sehr gut Polnisch. Vor der Monaten bin ich nach Frankfurt gekommen. Jetzt wohnen wir zusammen. Ja, okay. So, it is, hallo Leute, mein Name ist Alicia. Ich bin 28 Jahre alt und komme aus Polen, aus Krakau. Auf Deutsch heißt die Stadt Krakau. In Krakau habe ich Thomas kennengelernt und ich habe mich in ihn verliebt. Thomas kommt aus Frankfurt. Er macht oft Urlaub in Polen und spricht sehr gut Polnisch. Vor 3 Monaten bin ich nach Frankfurt gekommen. Jetzt wohnen wir zusammen. Okay, do one thing. ഞാൻ അറിയാത്ത വേർഡ്സ് പറയും അതിന്റെ മീനിങ്സ് നോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഹലോ Leute. Mein Name ist Alicia. Ich bin 28 Jahre alt. ഏജ് ആണ് പറയുന്നത് അലീസിയ? 28. 28 വയസ്സാണ്. Und komme aus Polen. Polen. Where is Polen? പോളാൻഡിന് നമ്മൾ പറയുന്നതാണ് പോളൻ എന്നുള്ളത്. ഓക്കെ, പോളൻ. പോളനില് ഔസ് ക്രാക്കൗ. പോളനിലുള്ള ക്രാക്കൗ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആര് വരുന്നത്? അലീച്ച വരുന്നത്. ജർമ്മനില് ഔഫ് ഡോയ്ഷ് ഹൈസ് ദി സ്റ്റാർട്ട് ക്രാക്കൗ. ജർമ്മനിൽ പറയുന്നത് ആ സ്ഥലത്തില് ദി സ്റ്റാർട്ട്. വാട്ട് ഈസ് ദി സ്റ്റാർട്ട്? The city. സിറ്റിയുടെ പേരെന്താണ്? ക്രാക്കൗ എന്നാണ്. ഓക്കെ, ഇനി പറയുന്നത് ഇൻ ക്രാക്കൗ ഹാബർ ഇഷ് തോമസ് കെന്നൻ ഗെലേഡ്. വാട്ട് ഈസ് കെന്നൻ ലേനൻ? Kennenlernen. Visit ആണോ? To know. To get to know. Note down ചെയ്തോളൂ. Kennenlernen. To get to know. Okay. So പറയുന്നത് എന്താണ്? In Krakow habe ich Thomas kennengelernt. എന്തായിരിക്കും അതിന്റെ മീനിങ്? In Krakow, I got to know Thomas. Yeah, right. Und ich habe mich in ihn verliebt. What is sich verlieben? Sich verlieben. What is lieben? Live. Yeah, to love എന്നുള്ളത് നമ്മൾ lieben എന്ന് പറയും. Sich verlieben എന്ന് വെച്ചാൽ to fall in love. Sich verlieben. To fall in love. Ich habe mich in So, und ich habe mich in ihn verliebt എന്ന് വെച്ചാൽ എന്തായിരിക്കും? I fell in love with Thomas. Yeah, very good. Next one. Thomas comes aus Frankfurt. എവിടുന്നാ തോമസ് വരുന്നത്? Frankfurt. Frankfurt. Yeah. macht oft Urlaub in Polen. What is that? Urlaub machen. What is Urlaub? Tour. Urlaub. Vacation tour ആണോ? Yeah. Urlaub എന്ന് വെച്ചാൽ വെക്കേഷൻ ആണ്. Urlaub machen എന്ന് വെച്ചാൽ to go on vacation. Okay, to go on vacation. So macht oft Urlaub in Polen. What is oft? He Often. often goes to Poland for vacation Vacation. Yeah, very good. and Very good. speaks Polish. Und Very speaks good. very good Polish. Yeah, and he speaks very well. Which language? Polnish. Polish language. Vor 3 Monaten bin ich nach Frankfurt gekommen. What is this? ഫ്രാങ്ക്ഫർട്ടിലേക്ക് വന്നിട്ട് 3 months ആയി. Yeah, before 3 months I came to Frankfurt എന്നാണ് പറയുന്നത്. Jetzt wohnen wir zusammen. What is zusammen? Living together. Together. Zusammen is together. Jetzt wohnen wir zusammen എന്ന് വെച്ചാൽ now we are living together എന്നാണ്. Okay. ഇനി നീരജ് next paragraph. Frankfurt gefällt mir. Man kann hier viel Unternehmen. Früher habe ich in Frankfurt nur den Flughafen gekannt und die vielen Haushäuser und Banken. Aber Frankfurt hat auch sehr viel
grün. Mhm. Es gibt viele Parks und die Stadt liegt an Mhm. einem sehr schönen Fluss, Mhm. dem Main. Mhm. Dort kann man toll spazieren gehen. Okay. Ja. Frankfurt gefällt mir. Man kann hier viel unternehmen. Früher habe ich in Frankfurt nur den Flughafen gekannt und die vielen Hochhäuser und Banken. Aber Frankfurt hat auch sehr viel Grün. Es gibt viele Parks und die Stadt liegt an einem sehr schönen Fluss, dem Main. Dort kann man toll spazieren gehen. Then Frankfurt gefällt mir. What is gefallen? To go. Gefallen, dative verb ആണ് gefallen. Gefallen means to like. Together, To like എന്നുള്ളതാണ്. To like. അല്ലെങ്കിൽ to liked by എന്നൊക്കെ പറയാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Gefallen. Okay. So Frankfurt gefällt mir. What will be the meaning of that? I like Frankfurt. I like Frankfurt. Man kann hier viel unternehmen. Man kann hier viel unternehmen. What is unternehmen? Unternehmen. Unternehmen means to do. കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. Okay. ഇവിടെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ മീനിങ്. Früher habe ich in Frankfurt nur den Flughafen gekannt. What is früher? Früher. Früher später. Früher means early. Okay, earlier. Earlier എന്ന് പറയില്ല, ഇതിനാണ് früher എന്ന് പറയുന്നത്. ഇനി den Flughafen, that is their Flughafen. What was Flughafen? In Karipur haben wir einen Flughafen. airport, Yeah, airport. എയർപോർട്ടിനാണ് നമ്മൾ Flughafen എന്ന് പറയുന്നത്. their Flughafen. Okay. ഇനി gekannt. Gekannt എന്നുള്ളത് kennen എന്നുള്ള വേർബിന്റെ past tense ആണ്. kennന്റെ മീനിങ് എന്തായിരുന്നു? to know, Yeah. So früher habe ich in Frankfurt nur den Flughafen gekannt. എന്തായിരിക്കും അതിന്റെ മീനിങ്? കുറെ airports ഉണ്ട്. മുന്നേ no. Früher habe ich in Frankfurt nur. What is nur? Only. Nur den Flughafen gekannt. എന്തായിരിക്കും അതിന്റെ മീനിങ്? ആദ്യം മുതലേ ഫ്രാങ്ക്ഫർട്ടിൽ കുറെ. I had to do many things in Frankfurt, then only I can fly Where it. is do verb ഏതാണ്? gekannt. To know, to knew എന്നുള്ളതാണ്. New എന്നുള്ളതാണ്. So früher, earlier, ആർക്ക്? അലീച്ചക്ക് ഫ്രാങ്ക്ഫർട്ടിൽ എന്ത് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ? എയർപോർട്ട് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. Und vielen Hochhäuser und Banken. Okay, Hochhäuser എന്ന് വെച്ചാൽ ടവർ ഇല്ലേ, ടവേഴ്സിനാണ് നമ്മൾ Hochhäuser എന്ന് പറയുന്നത്. Okay, the Hochhäuser. And Banken is bank itself, the bank. Okay, one second. Yeah, Hochhäuser is star and Banken is bank. അപ്പൊ എന്തൊക്കെയായിരുന്നു ആദ്യം അറിയുന്നത്? അലിച്ചക്ക് Airport, towers towers, and banks. Aber Frankfurt hat auch sehr viel Grün. Aber Frankfurt hat auch sehr viel Grün. What is Grün? Which Green. color is Grün? Yeah, green. So എന്തായിരിക്കും പറയുന്നത്? അപ്പൊ എന്തായിരിക്കും ആ സെന്റൻസിൽ പറയുന്നത്? ഫ്രാങ്ക്ഫർട്ടിൽ അധികവും. Aber Frankfurt hat auch sehr
Frankfurt അധികം പക്ഷേ ഫ്രാങ്ക്ഫൂട്ടിൽ ഒരുപാട് എന്തുണ്ടെന്നാ പറയുന്നത്? ഒരുപാട് ചെടികള്. ഗ്രീനറീസും കൂടെ ഉണ്ടെന്നാ പറയുന്നത്. ഇത് മാത്രമല്ല ഒരുപാട് ഗ്രീനറീസ് ഉണ്ട് കാണാൻ എന്നുള്ള രീതിയിലാ പറയുന്നത്. നെക്സ്റ്റ് വൺ Es gibt viele Parks und die Stadt liegt an einem sehr schönen Fluss, dem Main. What is Es gibt? Es gibt നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ടൈം Es gibt es. Es gibt Es gibt നമ്മൾ യൂസ് ചെയ്യുന്നത് there is അല്ലെങ്കിൽ there are എന്ന് നമുക്കൊരു സെന്റൻസിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ Es gibt യൂസ് ചെയ്യും. ഓക്കെ, there is അല്ലെങ്കിൽ there are യൂസ് ചെയ്യും. There is അല്ലെങ്കിൽ there are. സെന്റൻസ് എന്തായിരുന്നു? Es gibt viele Parks. What is parks? Parks. പാർക്കിന് തന്നെ. Und die Stadt liegt an einem sehr schönen Fluss. What is Fluss? Der Fluss. നദി. റിവറിനാണ് നമ്മൾ ഫ്ലുസ് എന്ന് പറയുന്നത്. ഓക്കെ, ലീഗൻ. What is ലീഗൻ? ലീഗൻ verb ആണ്. Die Stadt liegt an einem sehr schönen Fluss. ഡൈവ് ആണോ? ടു ലൈ എന്നുള്ളത് അല്ലെങ്കിൽ ടു ലൊക്കേറ്റ് എന്നുള്ളതിനാണ് നമ്മൾ ലീഗൻ എന്ന് പറയുന്നത്. അപ്പൊ വേറെ എന്തൊക്കെയുണ്ടെന്നാ പറയുന്നത് അവിടെ? Gibt viele Parks und die Stadt liegt an einem sehr schönen Fluss. ലീഗ്ഡ് എന്തായിരുന്നു? ലീഗൻ. ലീഗൻ മീൻസ് ടു ലൈ അല്ലെങ്കിൽ ടു ലൊക്കേറ്റ് എന്നുള്ളത്. ഓക്കെ, പറയുന്നത് es gibt viele Parks. There are many parks and the Stadt liegt an einem sehr schönen Fluss. The city is lying near to a beautiful river എന്നാണ് പറയുന്നത്. ആൻഡ് റിവറിന്റെ പേരാണ് നെക്സ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദ മൈൻ എന്നുള്ളത്. ഓക്കെ, മൈൻ. ആൻഡ് നെക്സ്റ്റ് വൺ dort kann man toll spazieren gehen. What is spazieren gehen? Spazieren gehen. ഷോപ്പിംഗ് ആണോ? എന്തായിരുന്നു? ഷോപ്പിംഗ്. നോ. Spazieren gehen ist sehr gut für unsere Gesundheit. Spazieren gehen, to go for walk. Okay, spazieren gehen. Clear ആയോ? To go for walk എന്നുള്ളതിനാണ് നമ്മൾ spazieren gehen എന്ന് പറയുന്നത്. So dort kann man toll spazieren gehen എന്ന് വെച്ചാൽ എന്തായിരിക്കും? Tall Man means great. can. Okay. Man can go for a great walk. Yes, very good. അവിടെ man can go for a great walk എന്നുള്ള രീതിയിൽ man can go for a great walk there. Dot means there. Okay. ഈ രണ്ട് പാരഗ്രാഫിൽ ഏതെങ്കിലും വേർഡ്സ് കിട്ടാത്തതുണ്ടോ? Okay, next paragraph. Aisha. Was mir auch gefällt, Frankfurt ist eine internationale Stadt. Ihr Leben Menschen aus sehr vielen Ländern und es gibt auch verschiedene Feste. Letzte Woche waren wir auf einem Straßenfest in Bockenheim. Das ist eine schöne Stadtteil, nicht weit vom Zentrum. Ich bin gerne hier und dort ist auch unsere Wohnung. So, was mir auch gefällt, Frankfurt ist eine internationale Stadt. Hier leben Menschen aus sehr vielen Ländern und es gibt auch verschiedene Feste.
Letzte Woche waren wir auf einem Straßenfest in Bockenheim. Das ist ein schöner Stadtteil, nicht weit vom Zentrum. Ich bin gerne hier und dort ist auch unsere Wohnung. So, was mir auch gefällt. എന്തായിരിക്കും ഇതിന്റെ മീനിങ്? gefallenന്റെ മീനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു. To like. So, was mir auch gefällt. എന്തായിരിക്കും? What me like. Mir. Mir എന്ന് വെച്ചാൽ me. Auch എന്ന് വെച്ചാൽ എന്താ? Also. Also. So, was mir auch gefällt. പറയൂ. Simple. Also, I like Frankfurt. What I also like. What I also Okay. like is What Frankfurt, I isn't also it? like. Okay. So, എന്താ പറയുന്നത്? Frankfurt is eine internationale Stadt. What is that? Frankfurt is an international city. Yeah, Frankfurt is a international city എന്നാണ് പറയുന്നത്. Here leben Menschen auch sehr vielen Ländern. What is Ländern? Land. Indian is mein Land. Country. Yeah, country. So Ländern എന്ന് വെച്ചാൽ country. Okay. Here leben Menschen auch sehr vielen Ländern. എന്തായിരിക്കും? Mention എന്ന് പറഞ്ഞ human ആണ് അല്ലേ? Human People. being. People. People. Okay. People live here. Yeah, Leben. There are Leben also is to live. Leben means to live. Here, Leben Menschen aus sehr vielen Ländern. What is sehr vielen Ländern? Different countries. എന്തായിരിക്കും സെന്റൻസിന്റെ മീനിങ്? ഇവിടെ ഒരുപാട് കൺട്രിയിൽ നിന്നുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. Okay, here leben Menschen aus sehr vielen Ländern. Okay, പല ഡിഫറെന്റ് കൺട്രീസിലുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. Und es gibt auch verschiedene Feste. Feste means festivals, അല്ലെങ്കിൽ celebration. So what will be it? Es gibt auch verschiedene Feste. variety. There are Festival ആണ്. There are Different kinds of kinds of festivals. festival. Okay. Yeah. Letzte Woche waren wir auf einem Straßenfest in Bockenheim. Straßenfest എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഫെസ്റ്റിവൽ. ഓക്കെ, സ്ട്രീറ്റ് ഫെസ്റ്റിവലിനാണ് നമ്മൾ Straßenfest എന്ന് പറയുന്നത്. Bockenheim is a place. Letzte Woche waren wir auf einem Straßenfest in Bockenheim. എന്തായിരിക്കും അതിന്റെ മീനിങ്? Letzte Woche എന്ന് വെച്ചാൽ എന്താ? What is letzte? We can also go to എന്നാണ്. Letzte എന്ന് വെച്ചാൽ എന്താ? ലാസ്റ്റ് എന്നുള്ളതിനാണ് നമ്മൾ ലെറ്റ്സ എന്ന് പറയുന്നത്. ബോക്ക് എന്ന് വെച്ചാൽ എന്താ? Last week. Last week. Waren wir auf einem Straßenfest. What is waren? Went. വാരന്റെ മീനിങ് എന്താ? വാരൻ, hatten. Has, have. Was ആണോ? Was. Yeah, was. Last week was. ലാസ്റ്റ് വീക്ക് ഇവരെവിടെ പോയി എന്ന് പറയുന്നത്? ഒരു സ്ട്രീറ്റ് ഫെസ്റ്റിവലിന് പോയി. Bockenheim. Das ist ein schöner Stadtteil, nicht weit vom Zentrum. Stadtteil എന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, their Stadtteil, district. And weit എന്ന് വെച്ചാൽ far എന്നുള്ളതിനാണ് നമ്മൾ weit എന്ന് പറയുന്നത്. Centrum means center. ഓക്കെ, സെന്ററിനാണ് നമ്മൾ സെന്റർ. Stadtteil, district. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ മീനിങ്? Das ist ein schöner Stadtteil. ഇതിന്റെ മീനിങ് എന്തായിരിക്കും? That is the most beautiful city. Yeah, that is a beautiful district. Sorry. Nicht weit vom Zentrum.
വൈറ്റ് ഞാൻ പറഞ്ഞു ഫാർ, സെൻട്രം എന്ന് പറഞ്ഞാൽ സെന്റർ. സോ nicht weit vom Zentrum എന്ന് വെച്ചാൽ Not far from center. yeah, very good. Not far from center. Ich bin Start. gerne hier. Yeah. ഇതേം വേർഡ്സ് ചോദിക്കാണ്ടേ ചോദിച്ചോളൂ. ഇല്ല. Ich bin gerne hier und dort ist auch unsere Wohnung. What is that? I like. Hmm. Um, I like to be here and dort ist auch unsere Wohnung. apartments ഇഷ്ടമായിരുന്നു. Dort ist Ich bin auch gerne unsere hier. Wohnung. Unsere Wohnung എന്ന് വെച്ചാൽ എന്താ? Unsere. There Yeah, is and also our Wohnung. There is also our apartment. എന്നാണ് വരുന്നത്. unsere എന്ന് പറഞ്ഞ ആവർന്ന്. Yeah, unsere. Possessive pronoun. Our. Ich bin gerne. Yeah, next paragraph, Neeraj. Ich bin gerne hier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Gern means to like. Okay. So, ich bin gerne hier എന്ന് വെച്ചാൽ I like to be here. okay. Hmm. Ich habe aber ein kleines Problem. Ich denke, ich habe schon ganz gut Deutsch Hmm. an der Volksschule Hmm. gelernt. Hmm. Aber ich kann die Leute hier noch nicht so gut verstehen. Ich möchte gerne mehr Deutsch sprechen, nicht nur im Kurs. Thomas möchte mit mir immer Polnisch sprechen. Meine Frage, kennt jemand einen Treffpunkt für Deutschlerner hier in Frankfurt? Weiß jemand etwas? Und hat jemand noch Tipps für Veranstaltungen hier in Frankfurt? Ich habe schon im Internet nachgeschaut. Hier finde ich sehr viele Tipps, aber ich weiß nicht, was wirklich toll ist. Im nächsten Monat kommt meine Familie mich besuchen. Ich möchte Ich möchte Ihnen viel von der Stadt zeigen. Ich freue mich auf Antworten. Ihre Alicia. Okay, so ich habe aber ein kleines Problem. Ich denke, ich habe schon ganz gut Deutsch an der Volkshochschule gelernt. Aber ich kann die Leute hier noch nicht so gut verstehen. Ich möchte gerne mehr Deutsch sprechen, nicht nur im Kurs. Thomas möchte mit mir immer Polnisch sprechen. Meine Frage, kennt jemand einen Treffpunkt für Deutschlerner hier in Frankfurt? Weiß jemand etwas und hat jemand noch Tipps für Veranstaltungen hier in Frankfurt? Ich habe schon im Internet nachgeschaut. Hier finde ich sehr viele Tipps, aber ich weiß nicht, was wirklich toll ist. Im nächsten Monat kommt meine Familie mich besuchen. Ich möchte Ihnen viel von der Stadt zeigen. Ich freue mich auf Antworten. Eure Alicia. So, എന്താ പറയുന്നത്? Ich habe aber ein
kleines Problem. What is that? I have a small problem. Yeah, but I have a small problem എന്നാ പറയുന്നത്. എന്താ പ്രോബ്ലം നോക്കാം. Ich denke, ich habe schon ganz gut Deutsch an der Volkshochschule gelernt. Volkshochschule എന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ കോളേജിനൊക്കെയാണ് ഇവിടെ Volkshochschule എന്ന് പറയുന്നത്. എന്താണ് ഈ സെന്റൻസിൽ പറയുന്നത്? Ich denke. What is ich denke? I think. Ich habe schon ganz gut Deutsch an der Volkshochschule gelernt. What is that? I think I have Learned. I have learned good Very good. German. From college, higher education college. Yeah, I Okay. think that I have already learned very good German from college എന്നുള്ളതാ പറയുന്നത്. Aber ich kann die Leute hier noch nicht so gut verstehen. What is verstehen? Verstehen. Ich kann die Leute hier noch nicht so gut verstehen. അറിയില്ല. To understand എന്നുള്ളതിനാണ് നമ്മൾ verstehen എന്ന് പറയുന്നത്. എന്തായിരിക്കും സെന്റൻസിന്റെ മീനിങ്? Aber ich kann die Leute hier noch nicht so gut verstehen. ആളുകളെ മനസ്സിലാവുന്നുണ്ട് എന്നാണോ പറയുന്നത്, അതോ മനസ്സിലാവുന്നില്ല എന്നാണോ പറയുന്നത്? Yeah, no, nicht. Noch nicht so gut verstehen. എന്താ അലിഫയ്ക്ക് ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് പക്ഷെ അത്ര നല്ലോണം മനസ്സിലാവുന്നില്ല. Okay. അപ്പൊ പറയുന്നത് ich möchte gerne mehr Deutsch sprechen. എന്താണ്? എന്തായിരിക്കും അതിന്റെ മീനിങ്? I would like I would like more Deutsch speak. Yeah, I would like to speak more German എന്നാണ് പറയുന്നത്. Nicht nur im Kurs. What is Kurs? Course. Yeah, Kurs. കോഴ്സിനാണ് നമ്മൾ Kurs എന്ന് പറയുന്നത്. So nicht nur im Kurs എന്ന് വെച്ചാൽ Not from course. No. ന്യൂറിന്റെ മീനിങ് എന്തായിരുന്നു? എഴുതിയില്ല. Only. So nicht nur എന്ന് വെച്ചാൽ Not only from course. yeah, not only in the course എന്നുള്ളതാ പറയുന്നത്. In the course. Okay. Yeah. Thomas möchte mit mir immer Polnisch sprechen. What is that? Thomas would like with me always session. Yeah, Thomas would like to speak in Polish. Okay, always. Would only speak in Polish. Okay. Even though Thomasന് ജർമ്മൻ അറിയാം, still തോമസ് പോളിഷിൽ സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നാ പറയുന്നത്. ഓക്കെ. ഇനി meine Frage. What is Frage? Question. Meine Frage. What will be it? Question. My Meine question. Frage. Yeah, my question. Kennt jemand einen Treffpunkt für Deutschlerner? വെച്ചാൽ മീറ്റിംഗ് പോയിന്റിനാണ് പറയുന്നത് ട്രെഫ് പോയിന്റ് എന്ന്. ഓക്കെ. കെന്റ് jemand. കെന്നൻ എന്നുള്ള വേർബിനെ കോൺജുഗേറ്റ് ചെയ്താണ് കെന്റ് എന്നുള്ളത്. ഓക്കെ. സോ എന്തായിരിക്കും സെന്റൻസിന്റെ മീനിങ്? jemand, anyone. Kennt jemand einen Treffpunkt für Deutschlerner hier in Frankfurt? Treffpunkt എന്താ പറഞ്ഞത്? മീറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ വെന്യൂ എന്നുള്ളതിനൊക്കെയാണ് ട്രെഫ് പോയിന്റ് എന്ന് പറയുന്നത്. Anyone know? Yeah, does anyone know? ഇനി മീറ്റിംഗ് പോയിന്റ് ഫോർ ആർക്കാണ്? ഡോയ്ഷ് ലേണർ, ജർമ്മൻ പഠിക്കുന്നവർക്കായിട്ട് ഏതെങ്കിലും മീറ്റിംഗ് പോയിന്റ് അറിയോ? എവിടെ? ഫ്രാങ്ക്ഫർട്ടിൽ എന്നാണ് ചോദിച്ചത്. Weiß jemand etwas? Yeah, weiß jemand etwas. What is that? Etwas. No. What is weiß? Wissen. Always. Yes. Kennen, wissen. സെയിം വേർബ്സ് ആണ്. ഓക്കെ. കെന്നൻ നമ്മൾ യൂസ് ചെയ്യുക കെന്നന് ശേഷം ഒരു നൗണ് വന്നാലാണ്. വിസൻ നമ്മൾ യൂസ് ചെയ്യുക വിസന് ശേഷം നൗൺ അല്ലെങ്കിൽ. ഓക്കെ. രണ്ടിന്റെയും മീനിങ് ടു നോ എന്നാണ്. ടു നോ. ഓക്കെ. സോ
So vice jemand it was എന്തായിരിക്കും? Kennen and It was Jem- means it was anything, jemand anyone, vice jemand it was. Jemand എന്ന് പറഞ്ഞ anything എന്നാ? Anyone. Anyone. It was anything. Anything ഉം something ഉം രണ്ടും ഒന്ന്? It was തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. Okay. എന്നുള്ളതാ ചോദിക്കുന്നത്. Vice jemand it was. Und hat jemand noch Tipps für Veranstaltungen? What is Veranstaltungen? Die Veranstaltungen. Event അല്ലെങ്കിൽ സെഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Die Veranstaltungen. Okay. So, und hat jemand noch Tipps für Veranstaltungen hier in Frankfurt? എന്താണത്? Yes. Unmute yourself. ഇവന്റ് അല്ലെങ്കിൽ സെഷൻസിനൊക്കെയാണ് നമ്മൾ Veranstaltungen എന്ന് പറയുന്നത്. Die Veranstaltungen. Always before events, no. In front. Und hat question ആണ് അവിടെ. യാവുടർലൈൻ ക്വസ്റ്റ്യൻ ആ ചോദിക്കുന്നത്. Und hat jemand noch Tipps für Veranstaltungen hier in Frankfurt? ഇത് ചോദിക്കുന്നത് does anyone have any tips about the events that is happening in Frankfurt എന്ന് പറയാം. Okay. Okay. ഇനി ich habe schon im Internet nachgeschaut. Nachschauen. What is nachschauen? Nachschauen means to look after. To look after. അല്ലെങ്കിൽ to look for എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ nachschauen എന്ന് പറയുന്നത്. What is shown? Not the umlaut one. Shown. What is shown? Beauty. Nice. Good. umlaut വരുമ്പോ shown എന്ന് വരുമ്പോ എന്താ മീനിങ്? Beautiful. ബ്യൂട്ടിഫുൾ എന്നുള്ള മീനിങ് വരും അല്ലെ? ബട്ട് ഷോൺ എന്ന് വെച്ചാൽ ഓൾറെഡി. umlaut ഇല്ലെങ്കിൽ ഓൾറെഡി എന്നാണ് പറയുന്നത്. Okay. So ich habe schon im Internet nachgeschaut. That is, I already looked on internet for this. Okay. Hier finde ich sehr viele Tipps. What is that? Hier finde ich sehr viele Tipps. Yes. Yes, guys. This one is so simple. Try to translate. Here finde. What is finden? Find. Here. What is here? There. Hmm? There find. Here no. means here only. Okay, here. Here I find Yeah, here very many. many. Okay. Sehr viele, many tips. Yeah, I can find many tips on our another. Aber ich weiß nicht. Aber ich weiß nicht. What is that? Or Weiß ഞാൻ already പറഞ്ഞു. But വൈസിന്റെ മീനിങ് എന്തായിരുന്നു? വിസന്റെ മീനിങ്? Always. വിസന്റെ മീനിങ് എന്തായിരുന്നു? ഞാൻ ഇപ്പൊ പറഞ്ഞു. കെന്നനും വിസനും Kennen, സെയിം to know. മീനിങ്. But I cannot know. Yeah, but But I I don't know. know. Okay. I don't But I know. don't know. Okay, but I don't know. Yeah. Was wirklich toll is. Wirklich എന്ന് വെച്ചാൽ റിയലി അല്ലെങ്കിൽ What is the toll? which one is really good one എന്നുള്ളത്. മനസ്സിലാവുന്നില്ല. അലിച്ചയ്ക്ക് മനസ്സിലാവുന്നില്ല. Wirklich schon എന്താണ്? ഇനി ലാസ്റ്റ് വൺ wirklich റിയലി അല്ലെങ്കിൽ ആക്ച്വലി എന്ന് പറയാനാണ് wirklich യൂസ് ചെയ്യുന്നത്. Okay. ഇനി നെക്സ്റ്റ് വൺ.
Im nächsten Monat kommt meine Familie mich besuchen. What is that? In next month, Hmm. my family Hmm. Is coming. are coming to Hmm. Those visit me. Yeah, very good. Ich möchte Ihnen viel von der Stadt zeigen. Zeigen means to show. Okay. Ich möchte Ihnen viel von der Stadt zeigen. What is that? I would like to show them the city. Na? Yeah, കുറെ കാര്യങ്ങൾ. Feel from the many things from the city. I want to show them many things from the city എന്നാണ് പറയുന്നത്. ഇനി ich freue mich auf Antworten. Auf means to look forward to. നമ്മൾ ഏതൊരു ലെറ്ററും ഇമെയിലോ എന്തായിക്കോട്ടെ അത് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് to look forward to എന്നുള്ളത് നമ്മൾ ബേസിക്കലി ഇംഗ്ലീഷിൽ കൊടുക്കും. അതിന് ജർമ്മനിൽ പറയുന്നതാണ് sich freuen auf. sich freuen auf. Okay. So, ich freue mich auf Antworten. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? I would look forward to your reply. Yeah, I am looking forward for reply എന്നുള്ളത് പറയുന്നത്. Okay, look forward for reply എന്നുള്ളത്. Okay, ഈ രീതിയിലാണ് എന്ത് വരുന്നത്, ഈ ടെക്സ്റ്റ് വരുന്നത്. സോ ഇത്ര പറഞ്ഞ പാരഗ്രാഫിൽ എവിടെയെങ്കിലും വേർഡ്സ് ഏതെങ്കിലും അറിയുന്നില്ലെങ്കിൽ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ഉണ്ട്, ഹോംവർക്ക് ആയിരിക്കും ഇത്. ബട്ട് ഫസ്റ്റ് ഏതെങ്കിലും വേർഡ്സ് അറിയില്ലെങ്കിൽ ചോദിക്കാം. Antwort എന്ന് പറഞ്ഞ ആൻസർ എന്നല്ല വരാം. അപ്പൊ റിപ്ലൈയും ആൻസർ ആൻഡ് റിപ്ലൈ ബോത്ത്. Antwort in itself. Any other doubts? no. അങ്ങനെയാണെങ്കിൽ താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈ ട്രൂ ഓർ ഫാൾസ് ചെയ്യാം. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തുക. ഇത് രണ്ടുമാണ് നിങ്ങളുടെ ഹോംവർക്ക്. ഞാനൊരു PDF അയച്ചിട്ടുണ്ട്, അതിൽ ഈ ടെക്സ്റ്റ് കാണും. അതൊന്ന് ചെയ്യാം. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയായാലും അയക്കാം. Okay. ഈ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് 2 തവണയും കൂടെ വായിക്കുക. വേർഡ്സിനോട് ഒന്നും കൂടെ ഒന്ന് ഫെമിലിയർ ആവുക. എന്നിട്ട് നിങ്ങൾക്ക് സ്വയം അതിന്റെ സെന്റൻസിന്റെ മീനിങ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ട്രൈ ചെയ്യാം. Okay. സോ ഇത്ര കാര്യങ്ങളാണ് ഇന്നുള്ളത്. ബാക്കി നമുക്ക് ഇനി നാളെ ഡിസ്കസ് ചെയ്യാം. ഹോംവർക്ക് നാളെ ആകുമ്പോഴത്തേന് സെൻഡ് ചെയ്യാം. ഓക്കെ, ട്രൗം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ട്രൗം ഡിസ്കസ് ചെയ്തിട്ടില്ല. നിങ്ങൾ അത് എഴുതിയതൊന്ന് എനിക്ക് ഗ്രൂപ്പിൽ അയക്കുക ഫസ്റ്റ്. ഓക്കെ, ദെൻ വിൽ ഡിസ്കസ് ടുമോറോ. Okay. എഴുതിയത് എന്തായാലും അയക്കണം പ്ലീസ്. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി കാര്യങ്ങൾ നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും മെസ്സേജ് ചെയ്യാം. ഓക്കെ, ദെൻ Cheers.